കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുന്നതിനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അറ്റാച്ച്മെൻറ്റ് ബിഫോർ ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമുക്ക് പലപ്പോഴും അറിയാം, ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരും ഭാര്യയുടെ സ്വർണമോ മറ്റേതെങ്കിലും വസ്തുക്കളോ കൈവശപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുക്കുകയും അതിനുശേഷം ആ സ്വത്തിന് കിട്ടുന്നത് വരെ ഭർത്താവിൻ്റെയോ ഭർത്താവിൻ്റെ വീട്ടുകാരുടെയോ പേരിലുള്ള പറമ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തുക്കളോ അറ്റാച്ച് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും കോടതികളിൽ കേസ് കൊടുക്കാറുണ്ടല്ലേ. അതിനെയാണ് നമ്മൾ അറ്റാച്ച്മെൻറ്റ് ബിഫോർ ജഡ്ജ്മെൻറ്റ് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ ചില സിറ്റുവേഷനിൽ ഇതൊരു കള്ളക്കേസാണ് എന്ന് വിചാരിക്കുക. അതായത് ഭർത്താക്കന്മാർ അങ്ങനെ ചെയ്യാതെ അവരെ കൊണ്ട് ഡിവോഴ്സ് മേടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് അവരുടെ പറമ്പ് അറ്റാച്ച് ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക. അതിനുശേഷം കേസ് കോടതിയിൽ നടക്കുന്നു. കേസ് കോടതിയിൽ നടന്ന് എവിഡൻസും കാര്യങ്ങളും എല്ലാം നടന്നതിന് ശേഷം ഈ കൊടുത്ത കേസ്, ഭാര്യ കൊടുത്ത കേസ് കള്ളക്കേസാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അറ്റാച്ച് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു ഭൂമി ഡിറ്റാച്ച് ചെയ്ത് ഭർത്താവിന് കൊടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വരികയാണ് എന്ന് വിചാരിക്കുക. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഭർത്താവിനെതിരെ കള്ളക്കേസ് കൊടുത്ത് പറമ്പ് അറ്റാച്ച് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള നഷ്ടപരിഹാരം ഭർത്താവിന് കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ആ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? യെസ് എന്ന് തന്നെയാണ്. ഇതുപോലെയുള്ള ഒരു കള്ളപ്പരാതി കൊടുത്ത് അറ്റാച്ച്മെൻറ്റ് ബിഫോർ ജഡ്ജ്മെൻറ്റ് നടത്തി ഭർത്താവിനെ വീട്ടുകാരെ ബുദ്ധിമുട്ടുകയാണ് എന്നുണ്ടെങ്കിൽ കോടതി പറയുന്ന മിനിമം നഷ്ടപരിഹാരം എന്ന് പറയുന്നത് 50,000 രൂപയാണ്. സിറ്റുവേഷൻസ് മാറുന്നതനുസരിച്ച്, കേസിൻ്റെ മെറിറ്റ് മാറുന്നതനുസരിച്ച് ഈ എമൗണ്ടിൽ എന്ത് സംഭവിക്കും, മാറ്റം വരുവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതും മനസ്സിലാക്കുക. അപ്പോൾ നിയമമാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ വളരെ പ്രിസൈസായിട്ട് പറയുകയാണെങ്കിൽ കള്ള അറ്റാച്ച്മെൻറ്റ് ബിഫോർ ജഡ്ജ്മെൻറ്റ് നടത്തുകയും അവസാനം അത് കള്ളക്കേസാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കോടതി മുഖാന്തരം മിനിമം 50,000 രൂപ നഷ്ടപരിഹാരമായിട്ട് കള്ളക്കേസ് കൊടുത്തവരുടെ കയ്യിൽ നിന്നും നമുക്ക് മേടിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. എന്ന് മാത്രമല്ല, അങ്ങനെ അറ്റാച്ച് ചെയ്ത ഭൂമിയുടെ ആദ്യത്തെ അവസ്ഥയിൽ നിന്നും എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജുകൾ ആ വസ്തുവിന് സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു നഷ്ടവും കൂടി എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ 50,000 രൂപയുടെ കൂടെ ആഡ് ചെയ്ത് ഡിഫൻഡൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭർത്താവായിട്ടുള്ള വ്യക്തിക്ക് കൊടുക്കുവാനും പറ്റുമെന്നുള്ള കാര്യം മനസ്സിലാക്കുക. സോ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.